ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡാം. ഇന്നത്തെ ഓപ്ഷൻ ട്രേഡിംഗ് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ അപ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം തന്നെയാണ് നമുക്ക് മാർക്കറ്റ് സിഗ്നൽ തന്നിരുന്നത്. അപ്പം രാവിലെ തന്നെ റീ എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. 50,060 നേരെ മാർക്കറ്റ് ഹൈക്കിലേക്ക് കയറി 268 വരെ പോയിട്ട് പിന്നെ പുൾ ബാക്ക് അടിച്ചിട്ടാണ് തിരിച്ചു. ആ പുൾ ബാക്കിൽ നല്ലൊരു ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു കയറിയിരിക്കുന്നത്. അപ്പം നല്ലൊരു എൻട്രി നമുക്ക് മോർണിംഗിലും എൻട്രി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ രാവിലത്തെ ട്രേഡ് നമുക്ക് ടോട്ടൽ 464 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ 405 ആണെങ്കിൽ അതിന് മുമ്പേ മാർക്കറ്റ് അപ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പുൾ ബാക്ക് അടിച്ചിട്ട് പിന്നെയും തിരിച്ച് മാർക്കറ്റ് കയറി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 423 നേരെ പിന്നെയും കയറിയിട്ടുണ്ട്. മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 570 വരെ. അപ്പോൾ രണ്ട് ട്രേഡിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബൈ ട്രെൻഡ് തന്നെയാണ്, വൺ സൈഡ് മൊമെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഇപ്പം പുതിയ സിഗ്നൽ ആണെങ്കിലും കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണെങ്കിലും സിഗ്നൽ തരുന്ന സമയത്ത് നമുക്ക് അലേർട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ഏത് സിഗ്നൽ വന്നാലും അലേർട്ട് തരും. അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. ഇപ്പോൾ ഡീറ്റെയിൽസ് ഏത് സമയത്താണ് സിഗ്നൽ വന്നതിൻ്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ടാർഗറ്റ് 3 ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരുന്ന റീ എൻട്രി ലെവലാണ്. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ നമുക്ക് എടുക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ മാത്രം നോക്കിയാൽ മതി. താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസും ബൈസും ഓൾറെഡി ഓക്കെ ആയിരിക്കും. അപ്പോൾ ബ്രേക്ക് ഔട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റാണ് ബ്രേക്ക് ഔട്ട് പോകുന്നെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, ബ്രേക്ക് ചെയ്യുന്ന ലെവൽ പിടിക്കണം, അല്ലെങ്കിൽ റീ എൻട്രി വരുന്നവരെ നോക്കണം. അപ്പം ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും. മൂന്നാമത്തെ ക്യാൻഡിൽ കഴിയുമ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്, അവിടെ നേരെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ആ എൻട്രി മിസ്സായവർക്ക് നെക്സ്റ്റ് എൻട്രി ലെവൽ പിന്നെ പുൾ ബാക്ക് വന്ന ശേഷം പിന്നെയും കയറിയ ലെവലിൽ നിന്ന് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കൺഫർമേഷൻ മാത്രമാണ്. ഇപ്പോൾ ഒരു സിഗ്നലാണ് വരുന്നതെങ്കിൽ അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസിൻ ബൈസും ഇത് മൂന്നും ഓക്കെയാണ് അടുത്ത ക്യാൻഡിൽ എടുക്കുക. അപ്പോൾ ഇത് ഇൻട്രാഡേക്ക് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ട്രേഡിംഗ് പെട്ടെന്നൊരു പ്രോഫിറ്റ് നമുക്ക് മോർണിംഗിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വളരെ ഈസിയാണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ട്രേഡ്. 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റിൽ നിന്ന് കയറിയ ശേഷം അത്രയും തന്നെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് കയറി രണ്ടാമത് പിന്നെ പുൾ ബാക്ക് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് ഔട്ട് നല്ലൊരു ഹൈക്കാണ് നമുക്ക് പോയത്. അവിടെ നിന്ന് നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ 49,900 കോൾ ഓപ്ഷനിൽ നമുക്ക് 1 മിനിറ്റ് നോക്കിയാൽ കാണാം എത്രത്തോളം കയറി എന്നുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാവിലത്തെ ബ്രേക്ക് ഔട്ട്, മോർണിംഗിൽ കിട്ടിയ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് 334 നേരെ മാർക്കറ്റ് കയറി 464 വരെ 100 പോയിൻറ്റ്സ് ആ ഒരു ഹൈക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമ്മൾ എക്സിറ്റും ചെയ്ത് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിച്ചു. കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് അതിലെടുക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു ബ്രേക്ക് ഔട്ടായിരിക്കും. അതിൽ നല്ലൊരു റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവ് സെക്ഷനായിട്ട് ഇവിടുന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാകും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.